ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസിനെ പറ്റിയാണ്. അപ്പം LET എന്ന് പറയുന്നത് 120 മാർക്സിൻ്റെ ഒരു എക്സാം ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് ആണ്. മെയിൻലി അതിന് വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 15 മാർക്സ് ആണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കൂടി കമ്പൈൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് വരുന്നത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന്റെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. പിന്നെ വരുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡ് എൻവയോൺമെന്റ്. പിന്നെ നമ്മൾ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കുന്നത് മേജർ ഡിസിപ്ലിൻസ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, പിന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഡിസിപ്ലിൻസ് ഒക്കെ എന്താണെന്നുള്ളത് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. പിന്നെ നമ്മൾ ബിൽഡിങ്സിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ, അതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മളുടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലുള്ളത്, ആ ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. നമുക്ക് കുറേ റൂൾസ് ഉണ്ട്. അതിൽ NBC എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ റിലവൻസ് എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് KBR എന്ന് പറഞ്ഞാൽ കേരള ബിൽഡിംഗ് റൂൾസ് ആണ്. പിന്നെ CRZ നോംസ് ഉണ്ട്. CRZ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സോൺസിലാണ് നമ്മളുടെ ബിൽഡിങ്സ് വരുന്നത്, ഏത് സോണിലാണ് വരേണ്ടത്, ഏതിൽ വരാൻ പാടില്ല, അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം ഇതിലാണ് വരുന്നത്. പിന്നെ ബിൽഡിംഗ് ഏരിയ, അപ്പോൾ നമുക്ക് കുറേ ബിൽഡിംഗ് ഏരിയയിൽ വരുമ്പോൾ പ്ലിന്ത് ഏരിയ ഉണ്ട്, ബിൽഡപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, കാർപ്പറ്റ് ഏരിയ, പിന്നെ ഫ്ലോർ ഏരിയ റേഷ്യോ, ഇതെല്ലാം KBRന്റെ ബേസിസിലുള്ള ഈ കുറച്ച് ഡെഫിനിഷൻസുമാണ് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്രൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സർവേയിങ് ആണ്. അപ്പോൾ സർവേയിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാമാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത്. അടുത്തത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അപ്പോൾ നമ്മൾ മെയിൻലി അറിയുന്ന മെറ്റീരിയൽസ് വുഡ്, ബ്രിക്ക്, സ്റ്റോൺ, അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറ്റി, അതിൻ്റെ ടൈപ്സ്, പ്രോപ്പർട്ടീസ്, പിന്നെ എന്തൊക്കെ യൂസസ് ആണ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കൊണ്ടുള്ളത്, അതൊക്കെയാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്നത്. സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ സിമെന്റ് കോൺക്രീറ്റിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂന്റ് മെറ്റീരിയൽസ് ആണ് അതിലുള്ളത്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ്. ഇപ്പം കുറച്ച് ടൈപ്സ് പറയുകയാണെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ട്, പിന്നെ പെട്ടെന്ന് ഹാർഡനിങ്, റാപ്പിഡ് ഹാർഡനിങ് ആയിട്ടുള്ള സിമെന്റ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെന്റും അതിന്റെ പ്രോപ്പർട്ടീസും, ഇതെല്ലാമാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടി, ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ ടോപ്പിക്കൊക്കെയാണ് സ്റ്റീലിൽ വരുന്നത്. ഇനി മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്കഷൻസ് ആണ് ഇതിലുള്ളത്. അതിൽ വരുന്നതാണ് ആർക്കിടെക്ചർ ഗ്ലാസ് ഉണ്ട്, സെറാമിക്സ്, പ്ലാസ്റ്റിക്, പിന്നെ കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, തെർമൽ ആൻഡ് അക്കോസ്റ്റിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജിപ്സത്തിന്റെ മോഡേൺ യൂസസ്, പിന്നെ പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ബിൽഡിംഗ് കമ്പോണൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫാബ്രിക്കേറ്റ് ചെയ്ത പാനൽസ് യൂസ് ചെയ്തിട്ട് നമുക്കത് മൂവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്ഷൻസ് ഇപ്പോൾ വളരെ ഈസിയാണ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് കമ്പോണൻസ് ഒക്കെ ഉള്ളപ്പോൾ അത് ഇതുപോലെ തന്നെ ഈസിലി നമുക്ക് ആക്സസിബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് മൊഡ്യൂൾ 3 ഫസ്റ്റ് വരുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതിൽ ഫൗണ്ടേഷൻസ് ആണ്. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിനെ അഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ്, ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ഏതൊക്കെയാണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് വരുമ്പോൾ മെയിൻലി വരുന്നത് ഷാലോ ആൻഡ് ഡീപ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡിസ്കഷൻ. പിന്നെ ലോഡ് ബെയറിംഗ് ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ലോഡ് ബെയർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സും അല്ലാതെ ഫ്രെയിംഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഉണ്ട്. ഇതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻസും കൂടിയാണ്. കൺസെപ്ഷ്യൽ ഡിസ്കഷൻസ് ആണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ബ്രിക്ക് മേസൺട്രി ആണ്. അപ്പോൾ ബ്രിക്ക് മേസൺട്രി ഉണ്ട്, അതുപോലെ തന്നെ റാൻഡം റബിൾ മേസൺട്രി നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ബോൺസ്, പലതരം ബോൺസ് ഉണ്ട് ബ്രിക്സിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അതിൽ മെയിൻലി വരുന്നതാണ് ഹെഡർ ആൻഡ് സ്ട്രക്ചർ ബോണ്ട്, പിന്നെ ഇംഗ്ലീഷ് ബോണ്ട് ആൻഡ് ഫ്ലെമിഷ് ബോണ്ട്. അപ്പോൾ ഈ 3 ബോൺസിനെ പറ്റിയുമുള്ള ഒരു ഡിസ്കഷൻ ആണ് അതിൽ വരിക. പിന്നെ റൂഫ്സ് ആൻഡ് ഫ്ലോർസ്, റൂഫിന്റെ ഫ്ലോർസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ആണ് അടുത്തത്. MVP, HVAC എന്നൊക്കെ പറഞ്ഞാൽ ഹൈ വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് എന്നാണ് പറയുക. പിന്നെ എലവേറ്റർ, എസ്കലേറ്റേഴ്സ്, റാംപ്സ്, ഇതിന്റെ എല്ലാം ഒരു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ഇതിന്റെ എല്ലാം സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട് മതി. പിന്നെ വേണ്ടത് ഫയർ സേഫ്റ്റി ഫോർ ബിൽഡിങ്സ്,
അടുത്തത് ഗ്രീൻ ബിൽഡിംഗ് ആണ്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എങ്ങനത്തെ എനർജി സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ ആസ്പെക്ട് എല്ലാം വരുന്നതാണ് ഗ്രീൻ ബിൽഡിംഗ്. അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഗ്രീൻ ബിൽഡിങ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആണ് വരുന്നത്. അപ്പം ഇതുപോലെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക. താങ്ക് യു.